ഇപ്പോൾ സൂംബ ഇൻസ്ട്രക്ടറായ ദർശന സുദർശൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ദർശന, ഈ സൂംബയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിവാദങ്ങളൊക്കെ തന്നെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ സൂംബ നമ്മുടെ കുട്ടികൾക്കുണ്ടാക്കുന്ന മാനസികോല്ലാസം അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ സൂംബ പരിശീലിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എങ്ങനെയാണ്, കുട്ടികൾക്ക് ഇതെങ്ങനെയാണ് പ്രയോജനകരമാകുന്നത്? ഈ സൂംബ എന്ന് പറയുന്നത് ഒരു ഫിറ്റ്നസ് ഫോർമാറ്റ് ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ. സുംബ എന്ന് പറയുന്നത് ഒരു ഡാൻസ് ഫോർമാറ്റ് അല്ല ഇത്. ആക്ച്വലി അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഫിറ്റ്നസ് ഫോർമാറ്റ് ആണ്. അപ്പോൾ ഇത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾ തന്നെ ഒരുപാട് സ്ട്രെസ്, ഇതിപ്പോ ആന്റി ഡ്രഗ്സ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മോചനം എന്നുള്ള നിലയ്ക്കാണ് കുഞ്ഞുങ്ങളുടെ സ്ട്രെസ് എല്ലാ കാര്യങ്ങളും ഒരു ഫ്രീ ആയിട്ട് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് ഈ സുംബ കൊണ്ടുവന്നിരിക്കുന്നത്. അതുതന്നെയാണ് നമ്മൾ ഈ ഉയർന്ന വിവാദങ്ങളിൽ പറയുന്നതിൽ ഒരു പ്രധാന കാരണം ഈ സൂംബയിൽ ധരിക്കപ്പെടുന്ന വസ്ത്രത്തിന്റെ പേരിലാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഡ്രസ് കോഡ് എന്തെങ്കിലും ഈ ഒരു പരിപാടി അല്ലെങ്കിൽ ഈ ഒരു കായിക രൂപത്തിലുണ്ടോ? ഇല്ല, ഒരിക്കലും തന്നെ ഇല്ല. ഈ പറഞ്ഞു വന്നിരിക്കുന്ന വിവാദത്തിൽ എന്ന് പറയുന്നത് മോശമായി ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞൊക്കെയാണ് ഉന്നയിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന ഏത് തരത്തിലുള്ള വസ്ത്രം ധരിച്ചാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്നുള്ളത്. സ്കൂൾ യൂണിഫോം ഏത് തരത്തിലുള്ളതാണെന്നും എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതൊരിക്കലും ഒരു മോശപ്പെട്ട തരത്തിലുള്ള വസ്ത്രമല്ല, ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതേ വസ്ത്രം ധരിച്ച് തന്നെയാണ് കുഞ്ഞുങ്ങൾ ഈ കായിക അഭ്യാസത്തിൽ വരുന്നത്. ഈ പ്രോഗ്രാം അവർ അറ്റൻഡ് ചെയ്യുന്നത് അതേ ഡ്രസ്സ് ധരിച്ച് തന്നെയാണ്. യൂണിഫോം ഏതാണോ അതേ യൂണിഫോം തന്നെയാണ് ധരിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഈ ഒരു സുംബ ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്നത്. അതുതന്നെയാണ് നമുക്ക് ഈ കുട്ടികൾ സൂംബ പരിശീലിക്കുന്നതിൻ്റെ ദൃശ്യം കാണുമ്പോൾ അല്ലാതെ നമുക്ക് സ്വാഭാവികമായും ആലോചിക്കാമല്ലോ, സാധാരണ ഈ വ്യായാമ കാര്യങ്ങളാകുമ്പോൾ നമ്മളൊരു നിശ്ചിത അകലം പാലിച്ച് ഈ കൈകാലുകൾ ചലിപ്പിച്ച് അങ്ങനെയൊക്കെ ആകാമല്ലോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ എതിർക്കുന്ന ഒരു വിഭാഗം പറയുന്നത് ഈ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് സൂംബ ചെയ്താൽ അതെന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്നാണ്. ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഒരു സൂംബ ഇൻസ്ട്രക്ടർ എന്ന നിലയിൽ? ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഇതൊരു വ്യായാമ മുറയാണ്, എക്സസൈസ്. ഒരു മ്യൂസിക്കിനൊപ്പം നമ്മൾ ഒരു ഫൺ ആൻഡ് എലമെന്റ്, അതായത് എക്സസൈസ് ആണ് ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒരു 1 ഹാൻഡ് ഡിസ്റ്റൻസിൽ നിന്നാൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും കൂടിക്കലർന്നോ ഈ പറയുന്ന ഒരു തരത്തിലുള്ള രീതിയിൽ നിന്ന് നമുക്ക് ഈ ഒരു സുംബ എക്സസൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണ്. അപ്പോൾ ഈ സൂംബ എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ എതിർപ്പുകൾ ഉയർത്തുന്നതെന്ന് പറയാമല്ലേ? തീർച്ചയായിട്ടും സുംബ എന്താണെന്ന് യാതൊരുവിധ അറിവും ഇല്ലാതെ, ഒരു അവയർനെസ് ഇല്ലാതെ തന്നെയാണ് ഈ പറയുന്ന എല്ലാ വ്യക്തികളും, ആരൊക്കെയാണെന്ന് ഞാൻ പരാമർശിക്കുന്നില്ല, ആരൊക്കെയാണോ അവരെല്ലാവരും ഈ സുംബ എന്താണ് എന്ന് പോലും അറിയാതെ തന്നെയാണ് ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. ശരി, വളരെയധികം നന്ദി പ്രതികരണത്തിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.